ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മക്കള് ഇങ്ങനെ സന്തോഷത്തോടു കൂടി എന്ന് ഇതുപോലെ ജീവിക്കണം. വഴക്കൊന്നും കൂടില്ലേ മോളെ? നീ വഴക്കുണ്ടാക്കോ? ഇല്ലമ്മ. മക്കളെ, നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കി നമ്മുടെ മനസ്സമാധാനം കളയരുത്. സ്നേഹിക്കാനുള്ള നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. സമയവും പാഴാക്കരുത്. മേലാൽ ഇതുണ്ടാവരുത്. മോനെ, ഇവൾ എന്തേലും വഴക്കുണ്ടാക്കിയാലും മോൻ അതങ്ങ് ക്ഷമിച്ചേക്കണം. ഇവളുടെ ദേഷ്യത്തിന്റെ മൂടൊന്ന് മാറിക്കഴിയുമ്പോ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. ശരിയമ്മേ. കഴിക്ക്. ആ പിന്നെ, കുട്ടികൾ ഒന്നു പോരാ, രണ്ടായിക്കോട്ടെ. അതെന്തിനാ ഈ രണ്ടു കുട്ടികള്? ഒരെണ്ണത്തിനെ ഇവളുടെ അച്ഛൻ, അതായത് നിന്റെ വർമ്മ സാർ കൊണ്ടുപോയാലും എനിക്ക് ലാളിക്കാനും സ്നേഹിക്കാനും ഒരെണ്ണം വേറെ വേണ്ടേ? അതിനെ ഇങ്ങനെ തരിവളകളും കുലുക്കി പാദസരവും കിലുക്കി മുറ്റത്തോടി കളിച്ച് നടക്കുന്നത് എനിക്ക് കണ്ണിറയെ കാണണം. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മോളെ? ഞങ്ങളുടെ ഹെൽപ്പോടെ നടന്ന സംഭവങ്ങളുടെ സത്യങ്ങളെല്ലാം അച്ഛനോട് തുറന്നു പറഞ്ഞ് ഇനിയുള്ള കാലമെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഒന്നായി കൂടെ. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? നിന്റെ അച്ഛൻ അതിനൊന്നും തയ്യാറാവില്ല മോളെ. ആ മനുഷ്യന് അംബികയുടെ പിടിയിന്ന് മോചനം കിട്ടണമെങ്കിൽ അദ്ദേഹം മരിക്കണം. അവളൊരു കിനാവള്ളിയാ ആ അംബിക. പ്രതാപേട്ടന്റെ മനസ്സില് എന്നെ കുറിച്ച് അംബിക വരച്ചു ചേർത്ത ഒരു വൃത്തികെട്ട ചിത്രമുണ്ട്. പ്രതാപേട്ട എന്നെ കാണുന്നത് വളരെ അധപതിച്ചൊരു സ്ത്രീയായിട്ടാ. അത് മാത്രമല്ല മോളെ, ഇനി അതൊക്കെ ഏച്ചി എട്ടിയ മുഴച്ചിരിക്കും. എന്റെ മനസ്സിനേറ്റ മുറിവ് മാരകമാണ്. അതൊരിക്കലും ഉണങ്ങില്ല. ശാപം കിട്ടിയ അഹല്യയുടെ കഥ കേട്ടിട്ടുണ്ടോ നീ? ഞാൻ അഹല്യ ഇപ്പോ. ഇനി മോചനം കിട്ടണമെങ്കിൽ പുതിയ ത്രേതായുഗം വരണം. പുതിയ ശ്രീരാമനും വരണം. ആ, നിങ്ങൾ കഴിക്കേ. കഴിക്കുമോള്.